ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ LGS വേരിയസ് കാറ്റഗറി നമ്പർ 548/2019 ഇതിൻ്റെ വേക്കൻസി ഉള്ളതിൻ്റെ അനുസരിച്ച് ഡെമോ ചാർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 5 ജില്ല നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ജില്ലയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് 985 അഡ്വൈസാണ് ടോട്ടൽ നടന്നിരിക്കുന്നത്. ഇപ്പം സൈറ്റിൽ ഏകദേശം ഒരു 120 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് വേക്കൻസിയും കൂടെ വരാൻ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒരു 10 വേക്കൻസി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം DAയുടെ ടേൺസ് കുറച്ചിട്ടാണ് 10 വേക്കൻസി കൂടെ എടുത്തിട്ട് ടോട്ടൽ 130 വേക്കൻസിക്കാണ് നമ്മൾ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടുന്നത്. ഓക്കെ, അപ്പം ഇത് പറയുമ്പോൾ ഇത്രയും വേക്കൻസി ഉള്ളത് കൊണ്ട് വാച്ച്മാൻ അങ്ങനെയുള്ള പോസ്റ്റിന് ഫീമെയിൽസിന് അയക്കില്ല, അത് മെയിൽസിനായിരിക്കും പോകുന്നത്. അപ്പോൾ മെയിൽ കുറച്ച് മുമ്പോട്ട് പോകാനും ഫീമെയിൽ കുറച്ച് ബാക്കിലോട്ട് വരാനും ചാൻസ് ഉണ്ട്. ആ ഒരു സെൻസിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ NJDയോ ഡിലീഷനോ ഒക്കെ മാറ്റി വെക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ മുമ്പോട്ട് വെക്കാൻ ചാൻസ് ഉണ്ട്. പ്രൈമറി ആയിട്ട് നമ്മളിപ്പോൾ ഒരു LD പോസ്റ്റ് അതുപോലെ ഒരു പോസ്റ്റ് റൊട്ടേഷൻ ചാർട്ട് ഇടുന്നത് പോലെയാണ് ഞാൻ ഈ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ POC ഇപ്പോൾ പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ PSCയുടെ ചാർട്ടുമായിട്ട് വ്യത്യാസം സംഭവിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്ത് 985 അഡ്വൈസാണ് ഇതുവരെ അയച്ചിരിക്കുന്നത്. അതിൽ മെയിൽ OC 810, ഫീമെയിൽ OC 811, EBT 815 മെയിൽ, 813 ഫീമെയിൽ, SC 42, സപ്ലിമെന്ററിസ്റ്റ് മെയിൽ, സപ്ലിമെന്ററിസ്റ്റ് 43 ഫീമെയിൽ, ST സപ്ലിമെന്ററിസ്റ്റ് 40 മെയിൽ, സപ്ലിമെന്ററിസ്റ്റ് 28 ഫീമെയിൽ, മുസ്ലിം 956 മെയിൽ, 839 ഫീമെയിൽ, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററിസ്റ്റ് 21 മെയിൽ, സപ്ലിമെന്ററിസ്റ്റ് 6 ഫീമെയിൽ, OBC സപ്ലിമെന്ററിസ്റ്റ് 1 മെയിൽ, 981 ഫീമെയിൽ, SIUC നാടാർ സപ്ലിമെന്ററിസ്റ്റ് 3 മെയിൽ, 838 ഫീമെയിൽ, വിശ്വകർമ്മ മെയിൽ 820, ഫീമെയിൽ 736, SCCC സപ്ലിമെന്ററിസ്റ്റ് 17 മെയിൽ, സപ്ലിമെന്ററിസ്റ്റ് 13 ഫീമെയിൽ, ഈവര സപ്ലിമെന്ററിസ്റ്റ് 5 മെയിൽ, സപ്ലിമെന്ററിസ്റ്റ് 4 ഫീമെയിൽ, ഹിന്ദു നാടാർ 776 മെയിൽ, 668 ഫീമെയിൽ, DAയിൽ LV 11, DAHI 10, LDCP 11. അപ്പോൾ ഇങ്ങനെ 985 വേക്കൻസിക്കാണ് ഇതുവരെ അഡ്വൈസ് അയച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ സൈറ്റിൽ ഏകദേശം 120 വേക്കൻസികളും റിപ്പോർട്ടായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10-15 വേക്കൻസിയും കൂടെ വരാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മൊത്തമുള്ള DA ടേൺസും NJD എല്ലാം കുറച്ചിട്ട് ഏകദേശം ഒരു റൗണ്ട് ഫിഗറായിട്ട് 130 വേക്കൻസിക്കാണ് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിലും ഫീമെയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ 130 വേക്കൻസി വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ OC ഏകദേശം ഒരു 927 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. EBT 947 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SC സപ്ലിമെന്റിസ്റ്റ് 53 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ST സപ്ലിമെന്റിസ്റ്റ് 31 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. മുസ്ലിം 998 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ലാത്തിൻ കത്തോലിക് സപ്ലിമെന്റിസ്റ്റ് 11 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. OBC സപ്ലിമെന്റിസ്റ്റ് 9 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. വിശ്വകർമ്മ 909 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SIUC നാടാർ സപ്ലിമെന്റിസ്റ്റ് 5 മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SCCC സപ്ലിമെന്റിസ്റ്റ് 16 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. തീവര സപ്ലിമെന്റിസ്റ്റ് 8 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹിന്ദു നാടാർ 933 മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു DA ടേൺസും നമ്മൾ കുറച്ചിട്ട് ശേഷമാണ് ഈ വേക്കൻസി 130 വേക്കൻസിയോളം ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ജില്ല, അപ്പം മൊത്തത്തിൽ 6 ജില്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, ഈ 3 ജില്ലയിലും ഇനി വേക്കൻസി വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ഈ മാസം 7-ാം മാസം ആദ്യമാണ് നമ്മുടെ സൈറ്റിൽ വേക്കൻസി കിടക്കുന്നത്. അതിനുശേഷം വേക്കൻസി വല്ലതും ഉണ്ടോ, 17-ാം തീയതി വരെ വേക്കൻസി വല്ലതും റിപ്പോർട്ട് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നാളെയൊക്കെ ആയിട്ട് അറിയാൻ കഴിയത്തുള്ളൂ. കാരണം ഇന്നലെ ഇന്നൊക്കെ PSC അവധിയായിരുന്നു. അതുകൊണ്ട് നാളെ കൊണ്ട് ചിലപ്പോൾ അത് റിപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ കഴിയുമ്പോഴും നമുക്ക് ആ ജില്ലയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബാക്കി ജില്ല നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടാം. തിരുവനന്തപുരത്തിന്റെ ഡെമോ റൊട്ടേഷൻ ചാർട്ടായിട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതിനകത്ത് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.